സംസ്ഥാനത്ത് മഴക്കെടുതികളിൽ ചൊവ്വാഴ്ച മാത്രം 5 മരണം. 2 കുട്ടികളുൾപ്പെടെയാണ് 5 പേർ മരിച്ചത്. കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. കോട്ടയം വൈക്കത്ത് വേമ്പനാട്ട് കായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ചെമ്പ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് ഒഴുക്കിൽപ്പെട്ട് അരുവിക്കര പൈക്കോണം ദുർഗാക്ഷേത്രത്തിന് സമീപം അനുനിവാസിൽ അശോകനാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയോടെ കാണാതെയാവുകയായിരുന്നു. കിള്ളിയാറിലൂടെ ഒഴുകി വന്ന് വഴയില പാലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആലപ്പുഴ കായംകുളത്ത് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണാണ് യുവാവ് മരിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കൊയ്പ്പള്ളിക്കാരായ്മ ചിറയിൽ കുളങ്ങര ധർമ്മപാലന്റെ മകൻ അരവിന്ദാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. എറണാകുളം പെരുമ്പാവൂർ വേങ്ങൂരിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി മേക്കപ്പാല ഐക്കരക്കുടി ഷൈബിന്റെ മകൻ എൽദോസ് മുങ്ങി മരിച്ചു. വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള കണിച്ചാട്ടുപാറ തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം നടന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് 14 വയസ്സുകാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോടിലെ അബ്ദുൽ കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ അരയിൽ കാർത്തിക പുഴയിലാണ് അപകടം. മറ്റ് 2 കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു കുട്ടി. നീന്തൽ അറിയാതിരുന്ന കുട്ടി ചുഴിയിൽ മുങ്ങിത്താഴുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് കുട്ടിയെ കണ്ടെത്താനായത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃക്കരിപ്പൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിനാൻ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.